സംസ്ഥാന പോലീസ് മേധാവിയായി ടി.പി. സെൻകുമാർ ചുമതലയേറ്റു. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുമെന്നും സർക്കാരുമായി ഏറ്റുമുട്ടാനില്ലെന്നും സെൻകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ജനങ്ങൾക്കും സർക്കാരിനും നല്ല കാര്യങ്ങൾ ചെയ്യുമെന്ന് സെൻകുമാർ വ്യക്തമാക്കി. നിയമപ്രശ്നങ്ങളെ പറ്റിയൊന്നും എനിക്കിപ്പോഴൊന്നും പറയാനില്ല. അതിപ്പോൾ ഞാൻ പറയുന്നത് ശരിയല്ല. ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും സർക്കാരിനും ഒരുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുക, നന്നായിട്ട് ഭവിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പ്രയോറിറ്റി. ഈ DSPമാരെ മാറ്റിയെല്ലാം സർക്കാരിൻ്റെ തന്നെ അധികാരവും ഉത്തരവാദിത്വവും എല്ലാമാണ്. അതേപ്പറ്റി ഈ മാറിപ്പോയ DGPയോ ഞാനോ ബേജാറാകേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല പ്രവർത്തനമായിരിക്കും അവരും ആഗ്രഹിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല പ്രവർത്തനമായിരിക്കും കാഴ്ചവെക്കാനായിട്ട് എൻ്റെ ശ്രമം ഉണ്ടാകുന്നത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ജീവൻ ചേരുന്നു. ജീവൻ, DGPയായി ടി.പി. സെൻകുമാർ ചുമതലയേറ്റിരിക്കുന്നു. ചുമതലയേറ്റ ശേഷം അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? മറ്റു വിവരങ്ങൾ കൂടി. സ്വാമി, സർക്കാരുമായി ഏറ്റുമുട്ടലിൽ നിന്ന് വ്യക്തമാക്കിയാണ് ടി.പി. സെൻകുമാർ സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതല ഏറ്റെടുത്തത്. ചുമതല ഏറ്റെടുക്കും മുമ്പ് മുഖ്യമന്ത്രിയുമായി താൻ ഫോണിൽ സംസാരിച്ചതായും അദ്ദേഹത്തിന് അനുയോജ്യമായ സമയത്ത് നേരിൽ കാണുമെന്നും സെൻകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഒപ്പം സർക്കാരിന്റെ കീഴിലെ ഉദ്യോഗസ്ഥനാണ് താൻ. ഇതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിലിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടോ അതടക്കമുള്ള മറ്റു നിയമപ്രശ്നങ്ങളുമായി താൻ ഇപ്പോൾ ഒരു കാര്യവും താൻ കമന്റ് ചെയ്യുന്നില്ല. ഒപ്പം പോലീസ് ഉപദേഷ്ടാവിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ പോലീസ് മേധാവിയോട് ഉയർന്നു. അദ്ദേഹം പോലീസിന്റെ ഉപദേഷ്ടകനല്ല, മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടകനാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാം. അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടും ഒപ്പം ട്രാഫിക് ഗതാഗത നിയമങ്ങൾ പരിഷ്കരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ക്യാമറകൾ സ്ഥാപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾക്കാണ് താൻ മുൻഗണന നൽകുക എന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ പോലീസിൽ ഈ കഴിഞ്ഞ 2 ദിവസമായി ഉണ്ടായ സ്ഥലമാറ്റം ഒരു തരത്തിലും ബാധിക്കുന്ന കാര്യമല്ല. സംസ്ഥാന പോലീസിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനായ തനിക്ക് സേനയിലെ എല്ലാ ഉദ്യോഗസ്ഥരെ കുറിച്ചും വ്യക്തമായ ധാരണയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒപ്പം അതോടൊപ്പം തന്നെ പോലീസിന് എല്ലായ്പ്പോഴും എല്ലാ കാലത്തും പോലീസിന് എല്ലാവരെയും തൃപ്തിപ്പെടുത്താനാവില്ല എന്നും വ്യക്തമാക്കിയാണ് ടി.പി. സെൻകുമാർ തന്റെ പോലീസ് മേധാവിയായി ചുമതല ഏറ്റെടുക്കുന്ന സംബന്ധിച്ചുള്ള വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. DGP ലോക്നാഥ് ബെഹ്റയിൽ നിന്ന് രജിസ്റ്ററിൽ ഒപ്പുവെച്ചാണ് പോലീസ് മേധാവിയായി ടി.പി. സെൻകുമാർ ചുമതല ഏറ്റെടുത്തത്. സാധാരണ പോലെ ബാറ്റൺ കൈമാറുന്ന ചടങ്ങ് ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലീസ് ആസ്ഥാനത്ത് ടി.പി. സെൻകുമാറിനെ ഔപചാരികമായ ചടങ്ങുകളോടെ തന്നെയാണ് സേനാംഗങ്ങൾ വരവേറ്റത്. ടി.പി. സെൻകുമാർ ചാർജ് എടുക്കുന്ന ഘട്ടത്തിൽ മുതിർന്ന DGPയായ ഋഷിരാജ് സിംഗ്, അതോടൊപ്പം ADGP B സന്ധ്യ, ഹെഡ്ക്വാർട്ടേഴ്സ് ADGPയായ ടോം ഡച്ചങ്കരി അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. സ്വാമി, സംസ്ഥാന പോലീസ് മേധാവിയായി ടി.പി. സെൻകുമാർ ചുമതലയേറ്റു. ജീവനാണ് വിവരങ്ങൾ നൽകിയത്. സെൻകുമാർ വിഷയത്തിൽ സുപ്രീം കോടതി വിധിയാണ് നടപ്പാക്കിയതെന്നും അതിൽ മാറ്റമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സെൻകുമാറിന്റെ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് സർക്കാർ സമയമെടുത്തതെന്നും സുപ്രീം കോടതി വിധി ആരുടെയെങ്കിലും വിജയമോ പരാജയമോ അല്ലെന്നും കോടിയേരി തിരുവനന്തപുരത്ത് പറഞ്ഞു. സുപ്രീം കോടതിയുടെ നിലപാട് അന്തിമമായിരിക്കും. അപ്പോൾ ആ അന്തിമ നിലപാടിനെക്കുറിച്ച് ചില കാര്യങ്ങൾ സുപ്രീം കോടതിയോട് തന്നെ ചോദിക്കണം എന്ന് നിയമോപദേശമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായുള്ള ക്ലാരിഫിക്കേഷനാണ് ചോദിച്ചത്. അതിൽ സുപ്രീം കോടതി അത്തരം സംശയങ്ങളൊന്നും നിലനിൽക്കത്തക്കതല്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. അതിനെപ്പറ്റി അഭിപ്രായം കാണും. ആ അഭിപ്രായത്തിലേക്ക് പോകേണ്ടതില്ല. അന്തിമ നിലപാട് സ്വീകരിച്ച് നടപ്പാക്കുക എന്നുള്ളതാണ്. അതാണ് ഇന്നലെ തന്നെ ഓർഡർ കൊടുത്തത്. കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഉത്തരവിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടി ഗവൺമെൻറ് സമയമെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് അപാകതയൊന്നുമില്ല. കൂടുതൽ വ്യക്തത വരുത്തി ചെയ്യുന്നതാണല്ലോ ഏത് കാര്യത്തിനും നല്ലത്. മഹാരാജാസ് സംഭവത്തിൽ മുഖ്യമന്ത്രി നിയമ എഫ്ഐആറിലെ കാര്യങ്ങൾ തന്നെയെന്ന് തെളിഞ്ഞു. നാടൻ ബോംബും വടിവാളും കണ്ടെടുത്തിട്ടില്ലെന്ന് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു. പുറത്തുനിന്നുള്ളവരാണ് ആയുധം മുറിയിൽ വെച്ചതെന്നുമാണ് പോലീസ് റിപ്പോർട്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് എറണാകുളം സെൻട്രൽ CI അനന്തലാലിന്റെ റിപ്പോർട്ട് പുറത്ത്. നാടൻ ബോംബും വടിവാളും ഉണ്ടെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. മഹാരാജാസ് ക്യാമ്പസിൽ നിന്ന് നാടൻ ബോംബും വടിവാളും കണ്ടെത്തിയെന്നായിരുന്നു PT തോമസ് അടിയന്തര പ്രമേയ നോട്ടീസിൽ ആരോപിച്ചത്. പ്രസംഗം ഇങ്ങനെ: മഹാരാജാസ് കോളേജ് ഹോസ്റ്റൽ പ്രവർത്തനരഹിതമായതുകൊണ്ട് കുട്ടികളെ താമസിപ്പിച്ചിരുന്ന ക്വാർട്ടേഴ്സിൽ മാരകായുധങ്ങൾ കണ്ടെടുത്തു. അതിന്റെ പത്രവാർത്തയും വടിവാളിന്റെ പടവുമാണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഇതിനു മറുപടിയായി കണ്ടെടുത്ത വസ്തുക്കൾ മുഖ്യമന്ത്രി അക്കമിട്ട് നിരത്തി.
FIR അനുസരിച്ചായിരുന്നു മറുപടി. ഇവിടെ ഉണ്ടായിരുന്ന വാർക്കക്കമ്പി, പലക കഷ്ണം, റബ്ബർ പിടിയോടുള്ള പൈപ്പ്, തുണി ചുറ്റിയ പൈപ്പ്, വെട്ടുകത്തി, ഏണി എന്നിവയാണ് കണ്ടെത്തിയത്. ഇനി FIRന്റെ പകർപ്പ് കാണുക. പ്രസംഗത്തിലുള്ള അതേ കാര്യങ്ങൾ. സഭയെ മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചുവെന്ന പ്രതിപക്ഷ ആരോപണം ഇതോടെ പൊളിയുന്നു. പുറത്തുനിന്നെത്തിയവരാണ് ആയുധങ്ങൾ റൂമിൽ വെച്ചതെന്ന സെൻട്രൽ സർക്കിൾ ഇൻസ്പെക്ടർ അനന്തലാലിന്റെ റിപ്പോർട്ടും പുറത്തുവന്നു. വിദ്യാർത്ഥികൾ ഏപ്രിൽ 30 തന്നെ റൂം വിട്ടുപോയിരുന്നു. വിദ്യാർത്ഥികൾ പോയതിനു ശേഷം മറ്റാരോ ആയുധങ്ങൾ കൊണ്ടുവച്ചതാണെന്നും പോലീസ് റിപ്പോർട്ടിൽ വ്യക്തം. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. BJPയെ പ്രശംസിച്ച ഖമറുന്നീസ അൻവറിനെ വനിതാ ലീഗ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി. ക്ഷമാപണം നടത്തിയതിനാൽ നടപടി വേണ്ടെന്നാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും മുൻ നിലപാട് മാറ്റാതിരുന്നതിനാലാണ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയത്. അഡ്വക്കേറ്റ് KP മറിയുമ്മയ്ക്കാണ് പകരം ചുമതല. BJP തിരൂർ മണ്ഡലം കമ്മിറ്റിയുടെ പണപ്പിരിവ് ഉദ്ഘാടനം ചെയ്താണ് വനിതാ ലീഗ് അധ്യക്ഷ ഖമറുന്നീസ അൻവർ മുസ്ലിം ലീഗിനെ വെട്ടിലാക്കിയത്. ഖമറുന്നീസ മാപ്പ് ചോദിച്ചതോടെ നേതാക്കൾ നടപടി വേണ്ടെന്ന തീരുമാനത്തിലെത്തിയിരുന്നു. പക്ഷേ മാപ്പപേക്ഷ നൽകിയിട്ടും മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് നേതൃത്വത്തിന് വീണ്ടും പരാതി ലഭിച്ചു. ഇതേ തുടർന്നാണ് വനിതാ ലീഗ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഖമറുന്നീസയെ മാറ്റിയത്. പലരുമായി ബന്ധപ്പെട്ടും അവർ നടത്തിയിട്ടുള്ള സംസാരത്തിൽ അവർ അങ്ങനെ ഒരു പിഴവ് പറ്റി എന്നല്ല, അത് പറഞ്ഞത് ഏറെക്കുറെ ശരിയായിരുന്നു എന്ന രീതിയിലുള്ള സംസാരമുണ്ടായത്. അങ്ങനെ സംസാരിച്ചതിൻ്റെ വോയിസ് ക്ലിപ്പ് സ്റ്റേറ്റ് പ്രസിഡന്റിന് ഇന്ന് സമർപ്പിച്ചു. അതിനനുസരിച്ചുള്ള പരാതികളും പാർട്ടി ഘടകത്തുനിന്ന് വന്നു. ഇതെല്ലാം പരിശോധിച്ചിട്ട് അവർ അത് തിരുത്തിയിട്ടില്ല എന്നതിൻ്റെ ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് തുടർ നടപടി സ്വീകരിക്കാൻ എന്ന് തങ്ങൾ തീരുമാനിച്ചത്. അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഇത് നേതാക്കന്മാർ പരാമർശിച്ചെങ്കിൽ അവരാ കാര്യങ്ങൾ പറയേണ്ടതാണ്. അതൊന്നും പാർട്ടിയുടെ മുമ്പിൽ ഇപ്പോൾ വന്നിട്ടില്ല. എന്നാൽ മുതിർന്ന നേതാവിന്റെ അനുമതിയോടെയാണ് പങ്കെടുത്തതെന്നാണ് ഖമറുന്നീസയുടെ വിശദീകരണം. സംഭാവന നൽകിയ എന്നല്ലാതെ വേറെ ഒരു കാര്യം ഇതിലുണ്ടായിരുന്നില്ല. ബിജെപിന്റെ ഇവിടുത്തെ തിരൂർ താലൂക്കിന്റെ ആൾക്കാര് പ്രസിഡന്റ് സെക്രട്ടറി എന്നോട് വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങൾ, അതായത് സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ആദ്യത്തെ സംഭാവന വേണം, ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അത് ഞങ്ങൾ ചെയ്യട്ടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എത്രയാ സംഖ്യ ചോദിച്ചപ്പോൾ സംഖ്യ എന്റെ അല്ല പ്രശ്നം, നിങ്ങളെ കൈയോട് കിട്ടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നാണ്. അതിന് ഞാൻ എന്റെ പാർട്ടിയോട് ചോദിച്ചു. പാർട്ടിയുടെ ഉന്നത നേതാവിന്റെ അഭിപ്രായം ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് വിരോധമില്ല, തെറ്റില്ല എന്നവർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവര് സമ്മതം കൊടുത്തത്. അഡ്വക്കേറ്റ് KP മറിയുമ്മക്കാണ് പകരം ചുമതല നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. മുസ്ലിം ലീഗ് വർഗീയ കക്ഷികൾക്ക് കീഴടങ്ങിയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഇക്കണക്കിന് പോയാൽ BJPയുടെ അടുത്ത ഫണ്ട് വിതരണ ഉദ്ഘാടനം പാണക്കാട് തങ്ങൾ നിർവഹിക്കേണ്ടി വരുന്ന അവസ്ഥയാണെന്നും കോടിയേരി പറഞ്ഞു. RSS നിയന്ത്രിക്കുന്ന BJP രാജ്യത്ത് മേധാവിത്വം സ്ഥാപിച്ചുകൊണ്ട് സമൂഹത്തെ ആകെ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ഇനി ഇതിനെ കീഴ്പ്പെടുക മാത്രമേ വഴിയുള്ളൂ എന്ന ചിന്ത ചില വിഭാഗങ്ങൾക്കിടയിൽ രൂപപ്പെട്ടു വരികയും ചെയ്യുകയാണ്. അതിൻ്റെ പ്രത്യക്ഷ തെളിവാണ് മുസ്ലിം ലീഗിൻ്റെ വനിതാ ലീഗിൻ്റെ പ്രസിഡന്റ് BJPയുടെ പ്രവർത്തന ഫണ്ട് ഉദ്ഘാടനം ചെയ്യുന്ന അവസ്ഥ നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. ഈ നിലയിൽ പോയാൽ അടുത്ത വർഷമാകുമ്പോൾ BJPയുടെ പ്രവർത്തന ഫണ്ട് പാണക്കാട് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന അവസ്ഥ നാട്ടിലുണ്ടാവും. രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിർത്തി മാണി കോൺഗ്രസിൽ ഭിന്നത. പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചില കാര്യങ്ങളിൽ അതൃപ്തിയുണ്ടെന്ന് PJ ജോസഫ് വിഭാഗം. തിങ്കളാഴ്ച ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുമെന്നും UDF-നൊപ്പം നിൽക്കണമോ എന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമെന്നും PJ ജോസഫ് പറഞ്ഞു. കലുഷിതമായ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ 2 ദിനം കൂടി മുൾമുനയിൽ നിർത്തുന്ന നിലപാടാണ് PJ ജോസഫ് ഇന്ന് സ്വീകരിച്ചത്. പാർട്ടിക്കുള്ളിൽ KM മാണിയും മകൻ ജോസ് കെ മാണിയും സ്വീകരിക്കുന്ന നിലപാടുകളെ ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്ന സൂചന തന്നെയാണ് ജോസഫ് പങ്കുവെക്കുന്നത്. പാർട്ടി തീരുമാനങ്ങൾക്ക് ഏകസ്വരമെന്ന KM മാണിയുടെ വാദം തള്ളിയാണ് ചില കാര്യങ്ങളിൽ അസംതൃപ്തിയുണ്ടെന്ന് PJ ജോസഫ് തുറന്നടിക്കുന്നത്. അല്ല, ചില കാര്യങ്ങളിലൊക്കെ വ്യത്യാസമാണ്. തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ചർച്ച ചെയ്യും. കേരള കോൺഗ്രസ് UDF വിടാനുള്ള തീരുമാനം മുതൽ കോട്ടയം സംഭവം വരെയുള്ള വിഷയങ്ങളിലെ അതൃപ്തിയാണ് ഇന്നലെ KM മാണി വിളിച്ചു ചേർത്ത പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ കാരണമായതെന്നാണ് PJയുടെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ചേരാനിരിക്കുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തങ്ങൾക്കുള്ള വിയോജിപ്പ് PJ ജോസഫ് വിഭാഗം തുറന്നു പറയും. ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇപ്പൊ ഇത്തരത്തിൽ വന്ന ചില ഈ കാര്യങ്ങളെ കുറിച്ചുള്ളതാണ്. പക്ഷെ പാർട്ടിയിൽ ഭിന്നതയൊന്നും അതിന്റെ പേരിലില്ല.
വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അത് പാർട്ടിപരമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത ശേഷം ബാക്കി ആ കാര്യങ്ങളെ കുറിച്ച് പറയാം. ജോസ് കെ മാണിയുടെ അപ്രമാണിത്വം അംഗീകരിക്കേണ്ടതില്ലെന്ന നിലപാട് തന്നെയാകും യോഗത്തിൽ PJ വിഭാഗം സ്വീകരിക്കുക. ഇതിനിടെ ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കളുമായി PJ സംസാരിച്ചു. ഇതാണ് UDF-ലേക്കുള്ള മടക്കയാത്ര സംബന്ധിച്ച വിഷയത്തിൽ തീരുമാനം പിന്നീടെന്ന ജോസഫിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. KM മാണിയുമായുള്ള സഹകരണത്തിൽ പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതികരിച്ചു. LDF-ൽ പുതിയ കക്ഷികളെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടില്ലെന്നും കോട്ടയത്തേത് പ്രാദേശിക നീക്കുപോക്ക് മാത്രമാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. കോട്ടയത്ത് മാണി സ്വീകരിച്ച നിലപാടിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തുന്നെന്നും കേരള കോൺഗ്രസിനുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്നും ഉമ്മൻചാണ്ടിയും വ്യക്തമാക്കി. Let me find out what has happened. I've just come here. So let me find out what is happening here, local body elections, what they have done. So that's why I said, as far as Kerala is concerned, let me find out. I've just arrived. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പുതിയൊരു കക്ഷിയെ ഉൾപ്പെടുത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. കോട്ടയത്തുള്ള സംഭവ വികാസം അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അല്ല, രാഷ്ട്രീയ സഖ്യമായിട്ടത് വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുന്നതിന് മുമ്പ് അവരോട് ഈ കാര്യം സംസാരിച്ചു. അവരുടെ കൂടി അംഗീകാരം, കാരണം അവരുടെ കൂടി ഒരു മുന്നണിയാണ്, അവരുടെ കൂടി അംഗീകാരത്തോടു കൂടിയാണ് രാജിവെക്കുന്നത് പോലും. അത് കഴിഞ്ഞ് 14 പേരും ഒന്നിച്ച് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ആരോടും ഒന്നും പറയാതെ എടുത്ത ഒരു നടപടി കടുത്ത അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ ശക്തമായ രീതിയിൽ അതിൻ്റെ വികാരം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കോട്ടയം വിഷയത്തിൽ വിശദീകരണവുമായി CPIM മുഖപത്രം ദേശാഭിമാനി. കോട്ടയത്ത് CPIM സ്വീകരിച്ചത് UDF-നെയും BJP-യും പരാജയപ്പെടുത്തുക എന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ LDF നിലപാടാണ്. കോൺഗ്രസ് തോറ്റതിൽ ആർക്കും വേവലാതി വേണ്ടെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ജയിപ്പിക്കേണ്ട ബാധ്യത LDF-നില്ലെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. കോൺഗ്രസ് തോറ്റതിന് ഇത്ര വേവലാതിയോ എന്ന തലക്കെട്ടിലാണ് ദേശാഭിമാനി ഇന്നത്തെ മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ പരാജയം ആ പാർട്ടിയെയും UDF-നെയും വിഷമിപ്പിക്കുന്നതിൽ അത്ഭുതത്തിന് അവകാശമില്ല. എന്നാൽ ഞങ്ങളുടെ സഹജീവികളിൽ ഉൾപ്പെടെ ഇത് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മുഖപ്രസംഗം ചോദിക്കുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്തെടുത്ത തീരുമാനത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് UDF-നെയും BJP-യെയും പരാജയപ്പെടുത്തുക എന്നത്. ഈ ലക്ഷ്യം മുൻനിർത്തി കോൺഗ്രസും BJP-യും ഒഴികെയുള്ള വ്യക്തികളെയും സഹകരിക്കാവുന്ന ഗ്രൂപ്പുകളിൽ നിന്നുള്ളവരെയും സ്ഥാനാർത്ഥികളാക്കാമെന്നും അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിരുന്നു. അന്നത്തെ നിലപാടിലൂന്നിയ കാര്യം തന്നെയാണ് കോട്ടയത്ത് കണ്ടതെന്നും മുഖപ്രസംഗത്തിൽ വിശദീകരിക്കുന്നു. പ്രസിഡന്റ് രാജിവെച്ചതിനെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF ഒരു വശത്തും നേരത്തെ UDF-ന്റെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസ് M മറുവശത്തുമായി മത്സരിക്കാനിറങ്ങി. അവിടെ CPIM-നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഭൂരിപക്ഷമില്ല. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനെ ജയിപ്പിക്കണോ എന്ന ചോദ്യം തന്നെയാണ് അവിടെ ഉയരുക. കോൺഗ്രസിനെ ജയിപ്പിക്കേണ്ട രാഷ്ട്രീയ ഉത്തരവാദിത്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടോ എന്ന ചോദ്യവും പ്രസക്തമാണെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. UDF-നെയും BJP-യെയും ദുർബലപ്പെടുത്തുകയെന്ന നിലപാടിലൂന്നിയ സമീപനമാണ് കോട്ടയത്തുണ്ടായത്. അതിനെതിരെയാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ആക്ഷേപമുയർന്നത്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തിൽ ഊന്നിയുള്ളതാണെന്ന് കരുതാൻ ഉള്ള മൗഢ്യം ആർക്കും ഉണ്ടാകില്ലെന്നും പത്രം പറയുന്നു. കോട്ടയം മറയാക്കി CPIM-നെതിരെ ഉയർത്തുന്ന ആക്ഷേപങ്ങൾ കോൺഗ്രസിന് ജയിക്കാനും കോൺഗ്രസിനെ ജയിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ വിഫലമായതിന്റെ വികാരപ്രകടനങ്ങളായി മാത്രമേ കാണാനാകൂ എന്നും പത്രം ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്. അമേരിക്കയിൽ മലയാളി വെടിയേറ്റു മരിച്ചു. ഡിട്രോയിറ്റിൽ താമസിക്കുന്ന ഡോക്ടർ നരേന്ദ്രകുമാറിന്റെ മകൻ ഡോക്ടർ രമേശാണ് മരിച്ചത്. ഹെൻറി ഫോർഡ് ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റായിരുന്നു രമേശ്. ബുധനാഴ്ച മുതൽ രമേശ് ഹോസ്പിറ്റലിൽ എത്തിയിരുന്നില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഹൈവേയിലുള്ള ഒരു റെസ്റ്റ് ഏരിയയിൽ കാറിനുള്ളിൽ മരിച്ച നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തുകയായിരുന്നു. കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് ബിരുദമെടുത്തതിന് ശേഷം ഡിട്രോയിറ്റിൽ റെസിഡൻസി ചെയ്യുകയായിരുന്നു ഡോക്ടർ നരേന്ദ്രകുമാറിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി ഇന്ത്യ പ്രസ് ക്ലബിന് വേണ്ടി നാഷണൽ പ്രസിഡന്റ് ശിവൻ മുഹമ്മ അറിയിച്ചു. വർണ്ണാഭമായ ചടങ്ങുകളോടെ തൃശൂർ പൂരത്തിന് സമാപനം. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെയാണ് 36 മണിക്കൂർ നീണ്ട പൂരത്തിന് കൊടിയിറങ്ങിയത്. അടുത്ത വർഷം ഏപ്രിൽ 25-നാണ് പൂരം. വീതം ഗജവീരന്മാരുടെ അകമ്പടിയിൽ പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ എഴുന്നള്ളിയതോടെയാണ് പകൽപൂരത്തിന് തുടക്കമായത്. തുടർന്ന് പാണ്ടിമേളത്തിന്റെ പശ്ചാത്തലത്തിലുള്ള കുടമാറ്റം.
തിടമ്പേറ്റിയ ഗജവീരന്മാർ വടക്കുംനാഥനെ വണങ്ങി തിരിച്ചിറങ്ങിയ ശേഷം മുഖാമുഖം നിന്നു. പിന്നീട് ദേവിമാർ പരസ്പരം ഉപചാരം ചൊല്ലി ശ്രീമൂലസ്ഥാനത്ത് നിന്ന് അടുത്ത പൂരത്തിന് കാണാമെന്ന വാക്കോടെ വിടവാങ്ങി. ഉപചാരം ചൊല്ലലിന് പിറകെയുള്ള പകൽ വെടിക്കെട്ടോടുകൂടെ ഈ വർഷത്തെ പൂരാഘോഷത്തിന് സമാപ്തിയായി. ഇനി അടുത്ത മേടമാസം വരെയുള്ള കാത്തിരിപ്പാണ് പൂരപ്രേമികൾക്ക്. പൂരനഗരിയിൽ നിന്ന് അഭിലാഷ് നിലമ്പൂരിനൊപ്പം സമീർ വഴങ്ങോട്. കടുത്ത വരൾച്ചയിൽ ക്ഷീരമേഖലയെ പിടിച്ചു നിർത്താൻ കാര്യക്ഷമമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് വയനാട്ടിലെ ചെറുകിട ക്ഷീരസംഘങ്ങൾ. ബത്തേരിയിലെ വയനാട് മിൽക്ക് വരൾച്ചാ സഹായമായി തങ്ങളുടെ കർഷകർക്ക് വിതരണം ചെയ്തത് 174 ലക്ഷം രൂപയാണ്. സുസ്ഥിര ക്ഷീരവികസനത്തിനായി തീറ്റപ്പുൽ കൃഷിയിലേക്ക് ഉൾപ്പെടെ ഇത്തരം ക്ഷീരസംഘങ്ങൾ വ്യാപകമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇപ്പോൾ. ഇത്തവണത്തെ കടുത്ത വേനൽ വയനാട്ടിലെ ക്ഷീരോത്പാദനത്തെ കാര്യമായി ബാധിച്ചിരുന്നു. ഈ പ്രതിസന്ധികൾക്കിടയിലും ഭാവനാപൂർണമായ പദ്ധതികൾ കൊണ്ട് ക്ഷീരമേഖലയ്ക്ക് കരുത്തുപകരുകയാണ് സുൽത്താൻ ബത്തേരി പാൽ വിതരണ സഹകരണ സംഘം. 90 ലക്ഷം രൂപയാണ് കഴിഞ്ഞ വർഷം സംഘത്തിന് കീഴിലുള്ള ഒരു മുനിസിപ്പാലിറ്റിയിലും 2 പഞ്ചായത്തുകളിലും വേനൽക്കാല ആശ്വാസമായി വിതരണം ചെയ്തതെങ്കിൽ ഇത്തവണ കടുത്ത വേനലിനെ കണക്കിലെടുത്ത് മറ്റു പ്രവർത്തനങ്ങൾ മാറ്റിവെച്ച് 145 ലക്ഷം രൂപ വിതരണം ചെയ്തു. പശുക്കൾക്ക് ഇൻഷുറൻസ് മറ്റും ഏർപ്പെടുത്തുകയും ചെയ്തു. സുസ്ഥിര ക്ഷീരവികസനം ലക്ഷ്യമാക്കി വരൾച്ചാ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുക്കുകയാണിവർ. സംഘം പ്രസിഡന്റ് കെ പൗലോസ്. വീണ്ടും ഈ 145 ലക്ഷം രൂപ കൊണ്ട് മാത്രം കൃഷിക്കാർക്ക് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കുന്നില്ല. ഇനി കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്നുള്ള നിലക്ക് നമ്മുടെ സുൽത്താൻ ബത്തേരി സൊസൈറ്റിക്ക് കീഴിൽ ഇപ്പോൾ നമുക്ക് 3 ഏക്കർ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് പച്ചപ്പുല്ല് കൃഷി നട്ടുപിടിപ്പിക്കാൻ വേണ്ടി അതിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരൾച്ചയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പുല്ല് നട്ടുപിടിപ്പിക്കാനുള്ള ശ്രമം കൂടി നമ്മുടെ സ്വന്തമായ സ്ഥലമാണ്. 3 ഏക്കർ സ്ഥലം, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് 3 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ നമ്മളിപ്പോൾ പച്ചപ്പുല്ല് നട്ടുപിടിപ്പിച്ച് കൃഷിക്കാർക്ക് കഴിയുന്ന രൂപത്തിലേക്ക്, അതുകൊണ്ട് തികഞ്ഞിട്ടല്ല എന്നാൽ പോലും കൃഷിക്കാർക്ക് വിതരണം ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. കഴിഞ്ഞ ഡിസംബറിൽ തന്നെ വരൾച്ചാ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സംഘം തുടക്കം കുറിച്ചിരുന്നു. തീറ്റപ്പുൽ കൃഷി വ്യാപകമാക്കുവാനും ഇതര ക്ഷീരകർഷക ക്ഷേമ പദ്ധതികൾ തയ്യാറാക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുവരുന്നു. കടുത്ത വേനൽ പിന്നിടുമ്പോഴും നിലവിൽ 27,000 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് സംഘം. വരൾച്ചയിൽ ജില്ലയിലെ മറ്റു മേഖലകളിൽ ക്ഷീരോത്പാദനം കാര്യമായി കുറഞ്ഞുവെങ്കിലും ബത്തേരി പിടിച്ചു നിന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ടുകൂടിയാണ്. ന്യൂസ് ബ്യൂറോ, വയനാട്.